ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 1/2 പ്ലസ് 3 1/3 പ്ലസ് 4 1/4 ഈക്വൽ ടു ഡാഷ്. അന്നേരം ഇത് മിശ്ര ഭിന്നമാണ്. 2 1/2 3 1/3 4 1/4 എന്നുള്ളത് മിശ്ര ഭിന്നമാണ്. ഈ മിശ്ര ഭിന്നത്തെ സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റിയതിന് ശേഷം തുക കണ്ടുപിടിക്കുക. 2 1/2 സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ 2 × 2 പ്ലസ് 1/2 ഈക്വൽ ടു 5/2. ദെൻ 3 1/3 ചേഞ്ച് ചെയ്യുമ്പോൾ 3 × 3 പ്ലസ് 1/3 ഈക്വൽ ടു 10/3. അടുത്തത് 4 1/4 എന്നതിനെ സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ 4 1/4 4 × 4 പ്ലസ് 1/4 ഈക്വൽ ടു 70/4. അന്നേരം മിശ്ര ഭിന്നത്തെ സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ താഴെയുള്ള സംഖ്യ ഇൻറ്റു ലെഫ്റ്റ് സൈഡിലുള്ള സാധാരണ എണ്ണൽ സംഖ്യ പ്ലസ് ഛേദം, അങ്ങനെയാണ്. അതായത് 2 × 2 പ്ലസ് 1 അങ്ങനെയാണ് മിശ്ര ഭിന്നത്തെ സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റുന്നത്. ഇനി ഈ മൂന്ന് സംഖ്യയും ആഡ് ചെയ്യുക. 5/2 പ്ലസ് 10/3 പ്ലസ് 17/4. ഈ സാധാരണ ഭിന്നത്തെ, ഇത് വിഷമ ഭിന്നമാണ്, കാരണം ഇതിൻ്റെ ഛേദം അംശത്തിനേക്കാൾ ഛേദം ചെറുതാണ്, അതുകൊണ്ട് ഇത് വിഷമ ഭിന്നമാണ്. ഈ വിഷമ ഭിന്നത്തെ കൂട്ടുന്നതിന് LCM എടുക്കുക. ഛേദത്തിൻ്റെ LCM എടുക്കുക. അതായത് 2 3 4 2 3 4ൻ്റെ LCM എടുക്കുമ്പോൾ അത് 12 എന്ന് കിട്ടും. 12 എന്ന് കിട്ടുമ്പോൾ അതിനെ ഈ 12നെ LCMനെ ഓരോ നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 5/2 × 12 പ്ലസ് 10/3 × 12 പ്ലസ് 17/4 × 12. അന്നേരം 12ഉം 2 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 6 കിട്ടും. 3ഉം 12ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4, 4ഉം 12 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും. അങ്ങനെ 5 × 6 പ്ലസ് 10 × 4 പ്ലസ് 17 × 3 ഡിവൈഡഡ് ബൈ 12. 5 × 6 പ്ലസ് 10 × 4 പ്ലസ് 17 × 3 ബൈ 12. 5 × 6 30 പ്ലസ് 10 × 4 40 പ്ലസ് 17 × 3 51/12. 30 പ്ലസ് 40 പ്ലസ് 51 121. 121/12. എന്നിട്ട് 121 12 121 ഡിവൈഡഡ് ബൈ 12 10 പ്രാവശ്യം 120 ശിഷ്ടം 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 12 1. അന്നേരം ആൻസർ ബി ആണ് ആൻസർ.